ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ചാനൽ. അപ്പോൾ കുറേ പേരായി നമ്മുടെ ഇപ്പോൾ എനിക്ക് കമൻറ്റും ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളൊക്കെ വരുന്നത് വെച്ചാൽ നമ്മുടെ ഫോൺ ഹാക്കായി തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇതുപോലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വാട്സാപ്പിൽ ഫോർവേഡും ടെലിഗ്രാമിൽ ഇപ്പോൾ ഈ മെസ്സേജ് വന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ ഫോൺ ഹാക്കായോ അല്ലെങ്കിൽ ഹാക്ക്ഡ് ആണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, അതിന് കുറച്ചുള്ളൊരു പോയിന്റ്സുകളാണ് ശരിക്കും സത്യം പറഞ്ഞത്. വെച്ചാൽ ഇപ്പോഴത്തെ ഹാക്കിംഗ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാക്ക് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ എന്തായാലും സ്പാം മാൾവേഴ്സോ സംഭവങ്ങളൊക്കെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ തന്നെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. എന്നിട്ട് നോർമൽ സംഭവത്തിലൊന്നും കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് ടിപ്സുകളുണ്ട്. അങ്ങനെ ടിപ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബിഹേവിയർ ഉണ്ട്, ഫോണിൻ്റെ കുറച്ച് ബിഹേവിയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അത് മാത്രമല്ല, നമുക്കിത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ സംഭവം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവുന്നുണ്ടോ. നിങ്ങൾക്കറിയാം നോർമലി നിങ്ങളൊരു ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പ് എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഊഹണ്ടായിരിക്കും. അപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ ഒരു ഫോൺ അറ്റ്ലീസ്റ്റ് ഒരു 24 മണിക്കൂർ 20 മണിക്കൂർ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോർമലി അറിയാമായിരിക്കുമല്ലോ. ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഓൾമോസ്റ്റ് ഒരു 10 to 20-25% ഡ്രെയിൻ പെട്ടെന്ന് കുറഞ്ഞു. അത്രയും ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ 20% മുകളിൽ നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പ് കുറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഏതോ ഒരു മാൾവെയർ നിങ്ങളുടെ ഫോൺ ബാറ്ററി കുടിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അർത്ഥം. അതിന് വേറൊരു എക്സാമ്പിൾ ഉണ്ട്. നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് നോക്കി നോക്കുക. അപ്പോഴും ഫോൺ ഹീറ്റിംഗ് മാറുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഒരു മാൾവെയർ വർക്ക് ചെയ്യാവുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സിംറ്റം എന്നൊക്കെ പറയില്ലേ നമ്മുടെ ആ രോഗത്തിന്, അതിനെ പോലെ. രണ്ടാമത്തെ പറയുന്നത് നമ്മുടെ പെർഫോമൻസ് സ്ലോ ആവും. അതായത് നിങ്ങളുടെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഒരു മീഡിയം പെർഫോമൻസ് ഉള്ള ഒരു ഫോൺ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയിക്കല്ലോ നോർമലി നിങ്ങളുടെ ഫോൺ എങ്ങനെ ബിഹേവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയിക്കില്ല ഓൾറെഡി ഉപയോഗിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് ചെറുതായിട്ട് കുറയും. ചിലപ്പോൾ ലാഗ് വരാം, ഡിപ്പെൻസ് അപ്പോൾ നിങ്ങളുടെ പ്രൊസസ്സർ ഏതാത് ഡിപ്പെൻസ് അനുസരിച്ച് ലാഗ് വരാം, ഫ്രെയിം ഡ്രോപ്പ് വരാം. അതുപോലെ തന്നെ എന്താ പറയുക, ക്ലോസിങ് ടൈം ഓപ്പണിംഗ് ടൈം ഒക്കെ കൂടാം നിങ്ങളുടെ ആപ്പിൻ്റെയും. അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ ഡിപ്പെൻസ് അപ്പോൺ നിങ്ങളുടെ പ്രൊസസ്സറിൻ്റെയും റാമിൻ്റെയും ഡിപ്പെൻസ് അനുസരിച്ചിട്ട് അതിൻ്റെ പെർഫോമൻസ് ഡ്രോപ്പ് വരാം. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അൺനോൺ SMS കോൾസും ഇപ്പോൾ കുറേ എണ്ണം വരുന്നുണ്ടെങ്കിൽ, SMS പ്രത്യേകിച്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ വേറെ ആരോ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയിക്കും സെപ്പറേറ്റ് ആപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോൺ അവർക്ക് കൺട്രോൾ ചെയ്യാനും അവർക്ക് SS കൊടുക്കുന്ന ആപ്പുകളൊക്കെ ഉണ്ട്, IPK ആപ്പൊക്കെ ഉണ്ട് ഇപ്പോൾ ഇഷ്ടം പോലെ. അപ്പോൾ അങ്ങനത്തെ സംഭവം നിങ്ങൾക്ക് എടുക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ എന്ന് പറയുന്നത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നമ്മളല്ലാണ്ട് എന്തെങ്കിലും പോസ്റ്റ് ചെയ്ത എന്തെങ്കിലും സംഭവമൊക്കെ വരുന്നുണ്ടെങ്കിൽ, മെസ്സേജസ് അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പിക്ചേഴ്സ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതല്ലാണ്ട് വേറെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെയും അത് നിങ്ങൾക്ക് നോർമലി അറിയുന്നൊരു പരിപാടി ആയിരിക്കും. ആരോ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ആർക്കോ കിട്ടിയിട്ടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഏറ്റവും ലാസ്റ്റല്ല അഞ്ചാമത്തേന്ന് പറയുന്നത് നിങ്ങളുടെ ഡാറ്റ യൂസേജ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവരും നമ്മുടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റേൻ്റെ എത്ര നമ്മൾ ഡാറ്റ ഉപയോഗിച്ചു എന്നൊക്കെ കാണാൻ പറ്റും. അത് ചെക്ക് ചെയ്യുക. ഭയങ്കരമായിട്ട് ഡാറ്റ യൂസേജ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതോ ഒരു ആപ്പ് അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് അർത്ഥം. ലാസ്റ്റത്തെ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടും ഹീറ്റിംഗ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ഓഫായാലും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. അതായത് ഒരു മാൾവെയർ അവിടെ കിടന്ന് വർക്ക് ചെയ്യുന്നതെന്ന് അർത്ഥം. അപ്പോഴും നിങ്ങളുടെ ഫോൺ അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ്സുകൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ബ്രാൻഡായിട്ടുള്ള ഹൈ ക്വാളിറ്റി ആൻറ്റിവൈറസ് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡൊക്കെ ആണെങ്കിൽ നമുക്ക് ആൻറ്റിവൈറസ് വാങ്ങിക്കാൻ ഭയങ്കര ചീപ്പാണ്. ഞാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ബിറ്റ് ഡിഫൻഡർ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം, പറയാം. എല്ലാത്തിലും ഉപയോഗിക്കുന്നുണ്ട് ഞാൻ. ഇപ്പോൾ സാംസങ് ഒക്കെ ആണെങ്കിൽ ഇൻബിൽഡ് നമുക്ക് McAfee വരുന്നുണ്ട്. പക്ഷേ എന്നാലും അതൊക്കെ ലൈറ്റ് വെർഷൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫുൾ വെർഷൻ വാങ്ങിച്ച് ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. കണ്ടോ, ബിറ്റ് ഡിഫൻഡർ ഫുൾ പെയ്ഡ് വെർഷൻ ആണ്. അല്ലാണ്ട് ടോട്ടൽ സെക്യൂരിറ്റി ബിറ്റ് ഡിഫൻഡർ ഒറിജിനൽ സാധനമാണ്, അല്ലാണ്ട് ഡ്യൂപ്ലിക്കേറ്റ് അല്ല. എന്ന് വെച്ചാൽ നമുക്കിത് ആമസോണിൽ വാങ്ങിക്കാവുന്നുള്ളൂ. ആൻഡ്രോയിഡ് വെർഷന് 100 രൂപ സംതിങ് ഒക്കെ റേഞ്ച് വരുള്ളൂ ഒരു കൊല്ലത്തേക്ക്. അപ്പോൾ അത് വാങ്ങിച്ച് ഉപയോഗിക്കുക. ഞാൻ എൻ്റെ എല്ലാത്തിലും ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഐഫോണിലും മാക്ബുക്കിലൊക്കെ അടക്കം ഞാൻ എല്ലാത്തിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഐഫോണിൽ ഞാൻ ഏതോ ഉപയോഗിക്കുന്നത് ബിറ്റ് ഡിഫൻഡർ തന്നെയാണ് തോന്നുന്നുണ്ട്. ബിറ്റ് ഡിഫൻഡർ തന്നെയാണ്. അതുപോലെ തന്നെ എൻ്റെ ടാബിലും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ടാബിൽ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാകണ്ടോ, ടാബിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതും ഫുൾ വെർഷൻ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ 2 വിൻഡോസ് ലാപ്ടോപ്പിലും ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ നോട്ടൺ ഉപയോഗിക്കുന്നുണ്ട്, ബിറ്റ് ഡിഫൻഡർ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പോൾ കാസ്പർസ്കി ഉപയോഗിക്കാം, അല്ലെങ്കിൽ സെറ്റിൻ്റെ ഉപയോഗിക്കാം,
ഞാൻ മറ്റേ ഇന്ത്യൻ ബ്രാൻഡ്സുകളുണ്ട് കുറച്ച്, നമ്മുടെ ഈ സ്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, വലിയ കാര്യമൊന്നുമില്ല കേട്ടോ അത്. അപ്പോൾ ഇങ്ങനത്തെ ഇത് ഇവരൊക്കെ നോട്ടനും ബിറ്റ് ഡിഫൻഡറും കാസ്പർസ്കൈ ഒക്കെ ലീഡിങ് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സാണ് കാലങ്ങൾ തൊട്ടേ. അപ്പോൾ അവരുടെ വലിയ റേറ്റും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് നോട്ടൺ അത്യാവശ്യം റേറ്റിനായിരിക്കും കമ്പാരിറ്റീവ്ലി. പക്ഷേ ബാക്കി രണ്ടെണ്ണം നമുക്ക് നല്ല ആമസോണിൽ പ്രത്യേകിച്ച് ചീപ്പായിട്ട് കിട്ടുന്നുണ്ട്. അതും 1 ഡേ ഡെലിവറിയാണ്. നമുക്ക് ഇമെയിലിൽ വരിക ചെയ്യാം ആക്ടിവേഷൻ കോഡ്. ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിനും അതുപോലെ തന്നെ ഫോൺസിനും എല്ലാത്തിനും ഞാൻ ആമസോണിൽ തന്നെ വാങ്ങിക്കുന്നത്. വെച്ചാൽ പ്രൈസ് ഡിഫറൻസ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട സംഭവം. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമാറ്റ്, ഹാർഡ് റീസെറ്റ് ചെയ്യുക ഫോൺ. അതാണ് നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും. അത് നമ്മുടെ വിൻഡോസിലായാലും ഏത് ലാപ്ടോപ്പിലായാലും ഇതുപോലെ അറ്റാക്ക് വന്ന ഏറ്റവും ബെസ്റ്റ് പരിപാടി ഫോർമാറ്റ് ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് സെയിം നമ്മുടെ ഈ ആൻഡ്രോയിഡിലായാലും iOS-ലായാലും ഹാർഡ് റീസെറ്റ് ചെയ്യുക. അതൊക്കെയാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പ്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത അൺനോൺ ലിങ്കുകളും, പ്രത്യേകിച്ച് ടെലിഗ്രാമിലൊക്കെ വരുന്ന ലിങ്കുകളൊന്നും ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക. SMS-ലെ ലിങ്ക് സംഭവമൊന്നും ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ അൺനോൺ എന്താ പറയുക APK ഫയൽസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാണ്ടിരിക്കുക. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രം, അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പിൾ സ്റ്റോർ പിന്നെ അതിൽ മാത്രമേ കിട്ടുള്ളൂ വേറെ ആയിരിക്കും. അപ്പോൾ APK ഫയലൊന്നും ഇൻസ്റ്റാൾ ചെയ്യാണ്ടിരിക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ടിരിക്കാം. അതുപോലെ തന്നെ ഫോൺ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മുടെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വരില്ലേ, അത് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഒരു റിസ്ക് ഉണ്ട്, നിങ്ങൾക്കറിയാം, എനിക്കറിയാം. അത് നമ്മുടെ ഗ്രീൻലാൻഡ് ഇഷ്യൂ സംഭവിക്കും. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എന്ന് വെച്ചാൽ നമ്മുടെ സെക്യൂരിറ്റി പാച്ച് വരുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ OS-ൽ വരുന്ന ലീക്സുകളും ബഗ്സുകളും അതുപോലെ തന്നെ എന്തെങ്കിലും സെക്യൂരിറ്റി ലീക്ക് പോലും സംഭവമൊക്കെ ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്തിട്ടാണ് ഒരു സെക്യൂരിറ്റി പാച്ച് വിടുന്നത്. അപ്പോൾ അത് ശരിക്കും ഇമ്പോർട്ടൻറ്റ് പരിപാടിയാണ്. അത് വിൻഡോസിലായിക്കോട്ടെ, ആൻഡ്രോയിഡിലായിക്കോട്ടെ, iOS-ലായിക്കോട്ടെ, macOS-ലായിക്കോട്ടെ അപ്ഡേറ്റ് ചെയ്ത് വെക്കും. ഞാൻ എൻ്റെ എല്ലാ മാസവും അപ്ഡേറ്റ് ആവുന്നത്. അതിന് വിൻഡോസ് ആയിക്കോട്ടെ, എൻ്റെ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, macOS ആയിക്കോട്ടെ, iOS ആയിട്ട് എല്ലാത്തിലും ഞാൻ ഫുള്ളി അപ്ഡേറ്റ് ആയിട്ട് എപ്പോഴും വെക്കാറുണ്ട്. അപ്പോൾ ഗ്രീൻലാൻഡ് ഇഷ്യൂ ഉണ്ട്, എനിക്കറിയാം. അത് നമുക്ക് തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അണ്ടർ വാറണ്ടി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പേടിക്കണ്ട, ഒരു 99% സേഫാണ്. അതല്ലെങ്കിൽ പിന്നെ കുറച്ച് റിസ്ക് തന്നെയാണ്. അത് ശരി തന്നെയാണ്. പക്ഷേ അതിന് സൊല്യൂഷൻ, അതിനെതിരെ നമ്മൾ ലീഗലി മൂവ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കുറേയൊക്കെ കമ്പനിക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻസുകാരെ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതിനു മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അടുത്ത വീഡിയോ കാണാം.